കാറ് കിടക്കുന്ന വലിയ പാട് തന്നെ അല്ലേ ഗംഗേ? അമ്മേ, അമ്മേ. ഓ, കോളേജ് കുമാരികൾ എത്തിയോ? ലേഖേ, കണ്ണൻ ചേട്ടനെയും കാണുന്നില്ലല്ലോ. വരെ പഠിത്തം മൂവന്തിയോളം എത്തിയോ? വന്ന് കാപ്പി കുടിക്കേ. സ്വാമി, പൂജ നടത്തിയോ? അത് ഞാൻ മറക്കുമ്പോ സാർ, ഏർലി മോർണിംഗ് തന്നെ നടത്തി. ഇവിടെ അടുത്താണ്, നല്ല ഐശ്വര്യമുള്ള ടെമ്പിൾ. പക്ഷേ മണി മാത്രം സ്വല്പം കൂടുതൽ ചെലവായി. ശരി. ഗുഡ് മോർണിംഗ് സർ. എന്താ പ്രസാദ്, എല്ലാം റെഡിയാണോ? യെസ് സർ. ഒന്ന് വേഗം മാറി ഇടാ, സിംഗറിച്ചോണ്ട് നിൽക്കാതെ. എന്താണ് കണ്ണ അവിടെ? ജീപ്പ് പാലം. അവിടെ വന്ന് എന്തോന്നാടാ നേരെ പറ. അത് പിന്നെ പാലം പണിയാ പോണ്. അവിടെ എന്റെ അന്നപൂർണേശ്വരി, എത്ര കാലമായി പരാതിപ്പെടാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്കിലും നടന്നല്ലോ. തന്നെ അല്ലേട്ടാ, പാലം പണി ഉടനെ തുടങ്ങുമോ? പിന്നെ എഞ്ചിനീയറും കൺട്രാക്ടും ഒക്കെ ഉണ്ട് അവിടെ. ലോറിയില് സാധനങ്ങൾക്ക് ഇപ്പൊ എത്തുമല്ലോ. ആ പാലം പണി ഒന്ന് പൂർത്തിയായാ മതിയായിരുന്നു. അപ്പൊ നിങ്ങക്ക് പാവാട പൊക്കാൻ അക്കരെ കിടക്കാലോ. ചുമ്മാ ഇരിക്കണ്ടേട്ടാ. എന്തോന്നാടാ കഴുതേ, നീളം മാറി തല തോർത്ത്. അവന്റെ ഒരു കോലം. അപ്പൊ കാർത്യാനി, ഞാൻ കടവിലോട്ട് പോവാ. എടാ ചേന്നാ, എന്താ നീ തെങ്ങിന്ന് കുറച്ച് കരുക്കിട്ട് കടവിലോട്ട് കൊണ്ടുപോവാ. കരീം, ആ കുറ്റിയൊന്നും അങ്ങോട്ട് മാറ്റിയടിച്ച്. യവന്മാരെല്ലാം ആരാടാ? പാലം പണിക്കാരാ, എഞ്ചിനീയറും കൺട്രാക്ടും ഒക്കെ ഉണ്ട്. അവന്റെ അമ്മയുടെ ഒരു പാലം. എന്തിനാടാ പപ്പ ഇവിടെ ഇപ്പൊ പാലം? മുമ്പേ പറഞ്ഞതിനാണ്. തനിക്ക് വെള്ളം നനയാതെ അക്കരെ പോകാനൊരു സൂത്രം ഉണ്ടാക്കുക. നിന്റെ അമ്മുമ്മയുടെ ഒരു സൂത്രം. ആരോട് ചോദിച്ചോണ്ടാ അവിടെ കുറ്റിയും കയറൊക്കെ വലിച്ചു കെട്ടുന്നത്? നിന്റെ തന്ത പറഞ്ഞിട്ടാടാ. എടാ, ഞാൻ MLA-യും കൊണ്ട് 4 പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും പോയി കണ്ടിട്ടാ ഈ പാലം കെട്ടാനുള്ള അനുവാദം കിട്ടിയത്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സർവാധികാരി കാര്യം ചോദിക്കാൻ. കൊച്ചച്ഛനാണെന്നും ഞാൻ നോക്കത്തില്ല. എന്റെ തറയെ പാലം കെട്ടാൻ ഞാൻ ഒരുത്തരെയും സമ്മതിക്കത്തില്ല. നിന്റെ തന്ത, അതായത് സന്റെ ജ്യേഷ്ഠൻ, 5 വർഷത്തിന് മുമ്പ് ഇവിടെ പാലം കെട്ടാൻ സമ്മതപത്രം ഒപ്പിട്ട് തന്നിട്ടുള്ളതാ. ഇനി നീ ഇവിടെ കിടന്ന് പാലാട്ടേ ഉള്ളൂ. പാലല്ല, ആശാന്റെ കൈ വെടിപെട്ടുന്ന തോക്കായിരിക്കുന്നത്. തോക്ക്
പാടത്ത് വല്ല കൊക്കോ കുളക്കൊടിയോ കാണും, വിളിച്ചോണ്ട് പോടാ. ചത്തുപോയ അച്ഛനെ കൊണ്ട് നിങ്ങൾ പലതും ചെയ്യിച്ചിട്ടുണ്ട്. അതെ, നിന്റെ ജനനമൊഴിച്ച്. ചുമ്മാ കിടന്ന് ചാടാതടാ. പട്ടച്ചാരായം കുടിച്ച് ചുവന്നുന്തിയ കണ്ണും മുഖവും കാണിച്ച ഇവിടെ ആരും പേടിക്കില്ല. നമസ്കാരം സാർ. ഇതൊരു പുതിയ അറിവാണല്ലോ ശങ്കരപ്പിള്ളേ. നാട്ടിലൊരു പുതിയ പാലം വരുന്നതിൽ എതിർപ്പ് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്ത് ചെയ്യാം സാർ? നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതൊക്കെ അതെ. പക്ഷെ ഇവിടെ കുറെ ശൗന മുടക്കികളുണ്ട്. അവന്മാരുടെയൊക്കെ നേതാവാണ് ഈ ശ്രീധരൻ. ഇവിടെ ഒരു പാലം വന്ന പോലീസ് നേരെ അക്കരെ ചെല്ലും. അവന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ പ്രയാസം. അവന്മാരെല്ലാരും കൂടി അവനെ ഇളക്കി വിട്ടിരിക്കുക. അതാ കണ്ടില്ലേ, ഇതുപോലെ കുറെ ശിങ്കിടികളുണ്ട് കൂടെ നടക്കാൻ. എടാ പപ്പ, നിന്റെ നേതാവിനോട് ചെന്ന് പറഞ്ഞേക്ക്, പാലം പണിയുന്നിടത്ത് അവന്റെ കൽപ്പനകളൊന്നും കേൾക്കാൻ ആളില്ലെന്ന്. ആരാണവൻ ആ കില്ലടി? കരുവിടാ, കരുവിട, കരുവാ. പിടിച്ച് പിടിച്ച് പൂണുള്ളിൽ കയറി പിടിക്കുന്നൂടാ. പിടിക്കാൻ പാടില്ലാത്ത സ്ഥാനത്തെല്ലാം കയറി പിടിക്കുന്നു. അറിവ് കേട്ടവനെ. ആരാണവൻ ആ കില്ലടി? ശ്രീധരേട്ടൻ അറിയില്ലേ? ഇവിടെ എല്ലാവർക്കും വലിയ പേടിയാ. നിൽക്കും എന്റെ വലിച്ചെന്റെ മൂന്ന്. ഓഹോ, അങ്ങനെയോ? എന്നാൽ നോക്കിക്കളയാം. എന്താ കണ്ണേട്ടാ, ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ. അതല്ലേ വിളിച്ചത്. വലിയ ദേഷ്യത്തിലാ. ഇന്നാണേ പറയുന്നത് കേട്ടു, ശ്രീധരത്തിന്റെ തറയിൽ പാലം കെട്ടാൻ സമ്മതിക്കില്ലെന്ന്. വല്യമ്മോൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. വലിച്ച മരിച്ചില്ലേ? ഇപ്പൊ ശ്രീധരേട്ടനല്ലേ അവകാശി? വല്യമ്മാവന്റെ കൈവശം ഉള്ളപ്പോഴാ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തത്. അങ്ങനെ മറ്റേ ഒപ്പിട്ട് കൊടുത്തെങ്കി പിന്നെന്താ? അയ്യോ, ഒരു മണ്ടൂസ്. ഹസ്ബൻഡ് എന്നല്ല, കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതപത്രം. കേട്ട കണ്ണേട്ടാ? എന്നാലേ ഞാൻ പോയി കൺട്രാക്ടിനോട് പറഞ്ഞിട്ട് വരാം. ഒരു പേടി. ഓടിച്ചെല്ല്. ആ മണ്ടൂസ് തലയിലിട്ട് അവരൊരു കിഴിക്ക് വെച്ച് തരും. മണി വേർക്കും. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ആ മണ്ടൂസ് ഇപ്പൊ പോയി കൺട്രാക്ടറോട് പറയും. ചുമ്മാ. കൺട്രാക്ടറുടെ പേര് പ്രസാദ്. എന്റെ പേര് ശങ്കരപ്പിള്ള. ഗുഡ് മോർണിംഗ്. ഞാനാണ് ആനക്കാട്ടിക്കണ്ണ്. എന്റെ മകനാണ്. അല്പം അപസ്മാരത്തിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് കൂടുതൽ പഠിപ്പിച്ചില്ല. അപസ്മാരവും ചുഴലിയും ഒന്നല്ലേ? ഏറെക്കുറെ. ഈ രോഗമുള്ള ആളാണോ മണിക്കൂറിന് 100 പ്രാവശ്യം ആറ്റിച്ചാടുന്നത്? അരുതാത്തത് അവൻ ചെയ്യും. മരം കയറ്റും ആറ്റിച്ചാട്ടവുമാണ് അവന്റെ വിനോദം. ആര് പറഞ്ഞാലും കേൾക്കില്ല. വേഗം കൊണ്ടുപോവാ. ഒന്ന് പൊട്ടിക്ക്. ഞാൻ കൊണ്ട് കൊടുക്കട്ടെ? അങ്ങോട്ട് കൊണ്ടുപോട്. ഇവിടെ അടുത്താണോ താമസം? അതെ, ആ കാണുന്നതാ എന്റെ വീട്. അമ്മു, എന്താ പ്രാട്ടി? പാലം പണിക്ക് പോകുന്നില്ലേ? നാളെ മുതൽ. അമ്മായി വിളിക്കുന്നു, വാലേക്ക്. അമ്മ ഗംഗയല്ലേ വിളിച്ചത്? നീ പോ, അകത്ത് ധാരാളം പണി കാണും. പഠിത്തമില്ലാത്തപ്പോ രണ്ടുപേർക്കും കൂടെ വീട്ടുജോലി ചെയ്തൂടെ? ഈ പഞ്ചായത്തിന്റെ ചിരകാല അഭിലാഷമാണ് ഈ പാലം. ജോലിക്ക് വിഘാതം വരുന്ന ഒരു കാര്യവും നാട്ടുകാരായ നമ്മുടെ പക്ഷത്തിൽ നിന്നും ഉണ്ടാവരുത്. 10നും 10:30 പണി ആരംഭിക്കാനുള്ള മുഹൂർത്തം. ദാറ്റ് ഈസ് ഗുഡ്.
നിങ്ങൾ പട്ടണത്തിലെ ചെറുപ്പക്കാർക്കും ഇത്ര ഏർപ്പാടുകളൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മുഹൂർത്തത്തിന് മുമ്പ് ആ കാണുന്ന ദേവീക്ഷേത്രത്തിൽ ചെന്ന് ഒന്ന് തൊഴുതിട്ട് തുടങ്ങുന്നതാ ഭംഗി. ഇവിടെ എത്തിയുടൻ ആദ്യം ചെയ്തത് തന്നെയാണ്. ആ പാലത്തിന്റെ പണി നടക്കുമ്പോ യാതൊരു വിഘ്നം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നാടുവാഴി ഒരു നരബലി കൊടുത്തു എന്നൊക്കെയാണ് കാരണവന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്നും ഇത് വേണമെന്നാണോ അങ്ങ് പറയുന്നത്? എന്ത് നരബലിയോ? എങ്കിലും എല്ലാവരും അകത്തായത് തന്നെ. എന്ന് മാത്രം വിട്ടേക്കണം. എന്നാ പണി ആരംഭിക്കാം. മിസ്റ്റർ ശങ്കരപ്പിള്ള തന്നെ ആ ചടങ്ങ് നിർവഹിക്കട്ടെ. അയ്യോ, ഞാനോ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ തന്നെ നിർവഹിക്കാം. ഭവാനി, അപ്പൊ പ്രസാദ്, ഞാൻ വരട്ടെ. നാളെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് വരികയുള്ളൂ. കഴിയുന്നത് സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം, എങ്കിലേ വേഗം ജോലി തീരും. ഞാൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടൗണിൽ വന്നാൽ മതി. യെസ് സർ. ഞാൻ പിന്നീട് വരാം. യെസ് സർ. അയ്യോ, നനഞ്ഞു. നീ കോളേജിൽ പോകുന്ന പിള്ളേരെ കല്ലെറിഞ്ഞ് കുളിപ്പിക്കുമല്ലേടാ? നിന്നെ കണ്ണു. അയ്യോ ക്ഷീരം നമ്പർ. എന്താ എനിക്ക് പോടാ. അധ്യാപകര് സ്കൂളിന്റെ ഗേറ്റ് കടന്ന ഉടനെ ഇന്ന് സമരമില്ലേ എന്ന്. പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നോ? കാലത്തിന്റെ മാറ്റത്തിൽ പലതും കുത്തിയൊലിക്കുന്നു, നല്ലതും ചീത്തയും. അമ്മ എന്തോന്നും മിണ്ടാത്തേ? ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കുകയല്ലേ. എങ്കിലും വീട്ടിൽ ആദ്യമായി വരുന്നവരോട് വല്ലതും ചോദിക്കോ പറയോ ഒക്കെ വേണ്ടേ കാർത്യായനി? വീട്ടിൽ ആരൊക്കെ ഉണ്ട് കുഞ്ഞെ? ചോദ്യം 1. ആരുമില്ല. അച്ഛനും അമ്മയും? രണ്ടാമത്തെ ചോദ്യം. അമ്മയെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. അച്ഛൻ 2ാം കെട്ട് കഴിഞ്ഞ് വടക്കെങ്ങോ ഉണ്ട്. അപ്പോ താമസമൊക്കെ? ചോദ്യം 3. മിക്കവാറും പണിസ്ഥലങ്ങളിലായിരിക്കും.
പിന്നെ ഈടെന്നൊരു സങ്കല്പം എന്നെ തീണ്ടിയിട്ട് പോലുമില്ല. അയ്യോ കഷ്ടം. അപ്പോ ഒരു വനവാസം പോലാണല്ലോ. അതെ, ഭയങ്കരവും വനമല്ലേ, ദുഷ്ടജന്തുക്കൾ കൂടുമെന്ന് മാത്രം. പക്ഷേ കാലിന്റെ എണ്ണം കുറവാണ്. അപ്പോ വിവാഹമൊക്കെ? ചോദ്യം നമ്പർ 4. ഒന്ന് വെറുതെ ഇരിക്കുന്നു. അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ എഞ്ചിനീയർ തോമസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലം മുതലെയുള്ള ബന്ധമാണ്. ഈ കോൺട്രാക്ട് പണി തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധം കാരണമാണ്. അപ്പോ ബിസിനസ് എല്ലാം തരക്കേടില്ല. ഒരുമാതിരി നേരും നെറിയുള്ളവർക്ക് ഈ തൊഴിൽ പറ്റിയതല്ല. പിന്നെ തോമസ് സാറിന്റെ തണലായതുകൊണ്ട് ഞാൻ അങ്ങനെ നീങ്ങുന്നു. എന്നാലും ലക്ഷക്കണക്കിന് പണം വേണ്ട ഇതുപോലത്തെ പാലമൊക്കെ തീർക്കാൻ. പലതിലായി മിച്ചം കിട്ടിയ കുറച്ച് രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് തീരുമ്പോ ഉള്ളവരടുത്ത് കടം വാങ്ങിക്കും. അതൊക്കെ തോമസ് സാറ് ശരിയാക്കി തരും. ബില്ല് കിട്ടുമ്പോ മടക്കി ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങേര് ഒരു നല്ല മനുഷ്യനാണല്ലോ. എന്റെ എല്ലാം അദ്ദേഹമാണ്. ഈ പാലത്തിന്റെ പണി 3 പ്രാവശ്യം ടെൻഡർ വിളിച്ചതാണ്. ലാഭം കുറയുമെന്ന കാരണത്താൽ അത് ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ ആരും ഉണ്ടായിരുന്നില്ല. ഈ വർക്ക് നടന്നു കാണാനുള്ള തോമസ് സാറിന്റെ വാശി ഒന്ന് മാത്രമാണ് എന്നെ കൊണ്ട് ധരിപ്പിച്ചത്. നമ്മൾ ഒരുപാട് സംസാരിച്ചു. എന്തോ എന്റെ സങ്കല്പത്തിലെ കുടുംബത്തിൽ വന്നുപെട്ടു പോലുള്ളൊരു അനുഭവം. ഇതും നിങ്ങളുടെ ഒരു ബന്ധുക്കളമാണെന്ന് എന്നെ വിചാരിച്ചോളാം. ആ, അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? എല്ലാം കേട്ട് കഴിഞ്ഞില്ലേ? ശരി, കൈ ഉണങ്ങുന്നതിന് മുമ്പ് എണീറ്റ് കൈ കഴുകാം. ഇത് കണ്ടിട്ടുണ്ട്. അയ്യോ, കണ്ടാനി ഓടിപ്പോയി തലമുറെടുത്തോണ്ട് വാ. ഈ അസുഖം കൂടെ കൂടെ വരാറുണ്ട്. ഈയിടെയായി കുറവാണ്. വേഗം കൊണ്ടുപോകണം. കൈകൊണ്ട് കൈകൊണ്ട് കൊണ്ട് ഇനി സാരമില്ല. അയ്യോ, ഗംഗയ്ക്ക് കടിയേറ്റെന്ന് തോന്നുന്നു. മുറിഞ്ഞോടി. സാരമില്ല മാവ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവൻ അവസ്മാരം വരുമ്പോ കേറി പിടിക്കരുതെന്ന്. ചികിത്സയൊന്നും? ഓഹോ, പോകാത്ത സ്ഥലങ്ങളുമില്ല, ചെയ്യാത്ത ചികിത്സകളുമില്ല, എന്നിട്ട് ഒരു ഭേദവുമില്ല.
കാഞ്ചനപാദസരം പണിയുമി കാളിന്തി കരകൾക്ക് മുത്തുവാരി കൊടുക്കുമ്പോൾ കാഞ്ചനപാദസരം പണിയുമി കാളിന്തി കരകൾക്ക് മുത്തുവാരി കൊടുക്കുമ്പോൾ ശൃംഗാരമുരളിയുമായി എത്തുമെൻ കണ്ണനിൽ ഞാൻ സർവവും കാഴ്ചവച്ച് സൽക്കരിക്കും സൽക്കരിക്കും. ഹംസഗാനമാലപിക്കും ഭരിണാംഗി ദേവതീർത്ഥമാടി വരും സുഷമാംഗി വികാരവതിയാം എനിക്കു നീയൊരു വൃന്ദാവനമൊരുക്കൂ. ഹംസഗാനമാലപിക്കും ഭരിണാംഗി ഭരിണാംഗി. എന്താ നോറ്റയ്ക്കായി പോയോ? മതിയോ? പോരെങ്കിൽ എത്ര വേണമെങ്കിലും എറിഞ്ഞിട്ട് തരാം. മതി. ഇതാ, നീ എന്നായാലും എനിക്കുള്ളതാ. പിന്നെ ഈ കിടന്ന് പിടയ്ക്കുന്നത് എന്തിനാ? അമ്മായി ചുവിട്. അമ്മായി കൊളക്കടവിൽ എത്തിയതേ ഉള്ളൂ. കണ്ണേട്ടാ. ഓ, എടാ ചൊള്ളി, നിന്നെ ഞാൻ കൊണ്ടോ. വർക്ക്ഷോപ്പറുണ്ട് സാറേ. സിമന്റ് മണലിലോ അതോ മണൽ സിമന്റിലോ ചേർക്കുന്നത്? സിമന്റ് മണ്ണും ചേർക്കുന്നത് കെട്ടിനാണ്. ആരുടെ കെട്ടിന്? അത് ഞാൻ പറയണോ? ആശാനെ അത് ഇയാള് നമുക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ആശാനെ ഇവിടെ പിടി കിട്ടിയോ? ഏതാടാ പപ്പ? കൊള്ളാമല്ലോ. ആശാന് പിടിച്ചോ? ആ ചേന്നന്റെ മോളെ അമ്മു. പിടി തരക്കേടി. സൂപ്പറണ്ടേ, ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുള്ളെന്ന് വിചാരിക്കല് കേട്ടോ. ഉണ്ടെന്ന് ഇപ്പം ബോധ്യമായി. ഞങ്ങൾ തന്നെയും തന്റെ കൺട്രാക്കിനെയും കൊണ്ട് വേറെയും ചിലതുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പോവുക അല്ലേ ആശാനെ? വായി നോക്കിയല്ലേ ചാന്തെടുത്തോണ്ട് കൊടുക്കണ്ട ഇവന്മാർക്ക് കെട്ടാൻ. അതിന് ചാന്തെന്തിനാ? അതിലും ഭേദപ്പെട്ട് ചെളിയല്ലോ ഇവിടെ കിടക്കുന്നത്. ഇതിലും മുന്തിയത് തന്റെ ആശാന്റെ തലയ്ക്കകത്താ. എടോ വായി നോക്കി സൂപ്രണ്ടേ, എന്റെ തലയിൽ ചെളിയാണെന്ന് തന്റെ തന്തയാണോ പറഞ്ഞു തന്നത്? തലയ്ക്കകത്തല്ല, തന്റെ സർവാംഗം നാറുന്ന ചെളിയാന്നാ തോന്നുന്നത്. എടാ സൂപ്രണ്ടേ, നിന്റെ ഭജനമടം ഞാൻ ചവിട്ടിപ്പൊളിക്കും. ഈ പാലം പണി തീരുന്നവരെ കോളേജിൽ പോകാൻ ഒരു പാട് തന്നെ. എപ്പോഴും കടവിൽ 1000 കണ്ണുകൾ. കോൺട്രാക്ടർ വഴിയിൽ വെച്ച് കമ്പിനടിക്കാൻ വന്നു. എന്നിട്ട് ഞാൻ കണ്ട ഭാവം കാണിച്ചില്ല. ടീച്ചായിപ്പോയി. ആളൊരു പെശകാണെന്ന് തോന്നുന്നു. ശരിയാ, എനിക്കും അത് സംശയം. നീ എന്തായി കാണിക്കുന്നേ? അങ്ങോട്ട് വലിയ കയമാ. എന്താ ഈ കൂമ്പാളയിൽ ഇത്ര വലിയ കമ്പം?
എടി നീ ചേന്നന്റെ മോളല്ലേ? ആണേ. നീ ഇത്ര വളർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ പേരെന്താടി? അമ്മു. ആ, ചേന്നനിപ്പോ എവിടാ? വല്യമ്പ്രാന്റെ കൃഷിപ്പണിയാ. നീയും വല്ല ഏലാപ്പണിക്കും പോകാതെ കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ കൂടെ അഴിഞ്ഞു നടക്കുന്നതിനാ? ഏലാപ്പണി കുറവാ. പണിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ പ്രായത്തിൽ നിന്നെയൊക്കെ പട്ടിണിക്കിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് വേണ്ട. നീ ഇന്നലെ എന്റെ നേരെ ചെളി തെറിപ്പിച്ചു അല്ലേടി? അത് തമ്പ്ര അവിടെ കയറി നിന്നിട്ടല്ലേ? അങ്ങനെ നിൽക്കുന്നവരുടെ ഒക്കെ നേരെ നീ അങ്ങ് തെറിപ്പിക്കും അല്ലേ? ആ, നാളെ മുതൽ നിന്നെ പാലം പണിക്ക് കണ്ടുപോകരുത്. ഞാൻ പണി ചെയ്തിട്ട് വേണം കുടിയിൽ തീ പോയാ. അത് ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് മാറൂ. ഈ കൺട്രാക്ട് പണി വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണോ? നല്ല കരുത്തും ക്ഷമയും ഉണ്ടായിരിക്കണം. പിന്നെ കൈ കാശും വേണം. പ്രസാദ് എങ്ങനെയാ? പിന്നെ കണക്കപ്പുള്ള സ്വാമി പറയുന്നത് കേൾക്കുമ്പോ നല്ല സമ്പാദ്യമുണ്ടെന്നാ. എന്തായാലും നല്ല ചെറുപ്പക്കാരൻ. നിങ്ങൾ അയാളുടെ കുടുംബത്തെ പറ്റി ഒന്ന് അന്വേഷിച്ചോ? എന്താ കാര്യം? എന്താ കാര്യമെന്നോ? പെമ്പിള്ളാരുടെ പ്രായത്തെ പറ്റി അങ്ങ് മറന്നു പോയായിരിക്കും. എന്ന് വെച്ച് ഞാൻ അയാളോട് എന്ത് സംബന്ധക്കാര്യം പറയണം? നിങ്ങൾ ആലോചിച്ചാലും അനന്തരത്തേക്കല്ലേ ആദ്യം ഉറപ്പിച്ചിട്ട് വരത്തുള്ളൂ. അതാര് പറഞ്ഞാലും അതേ നടക്കൂ. അത്രേ ഉള്ളെന്ന് എനിക്കറിയാം. നേരിഞ്ഞോട്ടാണ്. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഇതുകൂടെ വെച്ചു മതി. ആഹാ, മതിയാക്കിയോ? ഇന്നത്തേക്ക് മതിയേട്ടാ. ആശാൻ എന്താ ഈയിടെ? എടാ പപ്പ, എന്ത്? എനിക്കിവിടെ ശത്രുക്കൾ കൂടുന്നടാ. കണ്ട്രാക്കിനെ ഇവിടെ അങ്ങ് താമസിപ്പിച്ചിരിക്കല്ലയോ? ശങ്കരപ്പിള്ള അദ്ദേഹത്തിന്റെ അവിടെ ഊണ്. എല്ലാവരെയും ഞാനൊരു കൊളുത്തുമെടാ. ഉണ്ടുണ്ടവനെ പെമ്പിള്ളാരെ പേപ്പിക്കായിരുന്ന കൊള്ള. എടാ, ഗംഗയെ അവൻ തൊട്ടെന്നറിഞ്ഞാൽ ആശാ സ്വപ്നം കണ്ട് നടന്നു. സത്യം പറഞ്ഞാ കണ്ടപ്പോ എവിടെയാ ഈ അർദ്ധരാത്രിയിൽ? ശ്രീരേട്ടാ, ഇത് അർദ്ധരാത്രിയല്ല, നട്ടുച്ചയാ. ചോഴി, നിന്നോട് ആര് പറഞ്ഞാ ഇപ്പൊ നട്ടുച്ചയാണെന്ന്? അശ്വനെ നക്ഷത്രങ്ങളെ കാണുന്നില്ലല്ലോ. അശ്വനെ ഇവൻ അടിച്ച് ഫിറ്റ് മാറിയില്ലടാ, മാറിയില്ലടാ. എന്തോടാ കയ്യിലിരിക്കുന്നത്? പിന്നെ ഗംഗയുടെ അടിപ്പാവാടയാ. ഗംഗയുടെ അടിപ്പാവാട നീ എന്തിനാടാ അയച്ച്? പാവാട അല്ല, പാവാട തുന്നാനുള്ള തുണിയാ. എന്തുവാടാ? എന്റെ ഗംഗയ്ക്ക് നീ അടിപ്പാവാട കയറായോ? അവൾ എന്റെ മുറപ്പെണ്ണ. അടിപ്പാവാട അവക്ക് വേണ്ട എല്ലാം ആശ്രയം കൊടുക്കും. ശ്രീധരന്റെ കയ്യെ തന്ന ഇങ്ങോട്ട് എത്തുന്നതാ. ഗംഗ എന്നോട് പ്രണവം. എടാ ചുഴലി, അവസ്മാരക്കാരൻ അടിപ്പാവാട വയ്ക്കാൻ നടക്കും. ആ കൺട്രാക്ടുമായിട്ടുള്ള ചങ്ങാത്തം എനിക്ക് അത്ര ഇഷ്ടമല്ലെന്ന് നിന്റെ തന്തയോട് പറഞ്ഞേരെ. അവന്റെ തന്തയോട് പറയാമെങ്കിൽ പോയി എന്റെ തന്തയോട് പറയോ? വാശാന് ഇന്ന് അഗ്രിച്ചറിന്റെ ലെക്ചർ ക്ലാസ് ഒരു രസമില്ലായിരുന്നു. എനിക്കങ്ങ് ബോറടിച്ചു. എനിക്കും അങ്ങനെ തോന്നി. ഈ ബൈക്കിന് എന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ കണ്ട പിന്നെ ഓടില്ല. നീ എന്താ ധ്യാനത്തിലാണോ? പതുക്കെ പറ, അതേ കേക്കും. കേട്ടാൽ എന്താടി? നമ്മളെ മുൻപിലും പിൻപിലും പിടിച്ചിരുത്തി അങ്ങ് കടന്നു കളയൂ. ഏയ്, രണ്ടുപേർക്ക് ഇടവില്ല. ഒരു സീറ്റ് തരാം. ആരാ തയ്യാർ?
മോളെ മനസ്സര ഇത് കഴിക്കാം. മുറപ്പെണ്ണിനോടുള്ള സ്നേഹം. കണ്ണേട്ടനെ എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടല്ലേ നിനക്ക് തരാത്തത്? എല്ലാം ഗംഗ മേടിച്ചുണ്ടാ മതി, എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഈ ലേഖ കങ്ങിന എന്നെ കണ്ടുകൂടാ. എനിക്ക് ചുഴലിയുടെ കടി കൊള്ളാൻ വയ്യ. മാല കൊള്ളാമോ? അല്ല, പ്രസാദിനെ ആദ്യമായിട്ടാണല്ലോ അമ്പലത്തിൽ കാണുന്നത്. ഇല്ല, കൂടെ കൂടെ വരാറുണ്ട്. ആണോ? ആ, വളരെ നല്ലത്. എല്ലാത്തിലും വെച്ച് ഈശ്വര വിശ്വാസമാണ് പ്രധാനം. അല്ല, 1ാം ക്ലാസ് പോലെയാണ്. പക്ഷേ സാറിന് പരിചയമില്ലാത്തതുകൊണ്ട് തലയ്ക്ക് പിടിക്കും. അതങ്ങ് വെച്ചേരോ സാർ. എടോ വായനോക്കി സൂപ്രണ്ടേ, തന്റെ പേരെന്താ? എടോ 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 പറ്റേ, അവിടെ നില്ല. കേട്ടില്ലേ? തന്റെ ചെവിക്കകത്ത് എന്താ ചെളി അടഞ്ഞു പോയോ? സൂപ്രണ്ടിന്റെ പേര് കരിമെന്നാണ്. ആഹാ, തന്നോട് ചോദിച്ചോ പറ്റേ? ഞാൻ പട്ടരല്ല, ബ്രാഹ്മണനാണ്, മഹാബ്രാഹ്മണനാണ്. ഇതുണ്ടോ? ഉണൂൽ യജ്ഞോപവീതം, യജ്ഞോപവീതം പരമം പവിത്രം. പാരണ്ട. താൻ എന്തിനാടോ ഈ ചോറ്റുവള്ളി ഇട്ടോണ്ട് ഈ നാറ പണിക്ക് നടക്കുന്നത്? നാളപ്പണിയാണ്, പക്ഷേ കാശ് കിട്ടും. മഠത്തിൽ വെളിയും കുട്ടികളുണ്ടല്ലോ. അവരെ കൂടെ ലോറി വാരിയിട്ടിങ് എത്തിച്ചിരുന്നെങ്കിൽ കല്ലും മണ്ണും ചുമക്കുമായിരുന്നല്ലോടോ. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത്. ബ്രഹ്മഹത്യാ പാപം കിട്ടും. ഞാൻ അവരെ അഗ്രഹാരം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. തനിക്കെന്താടോ വാ തുറക്കാൻ ഇത്ര ഭയമോ? വാതർക്കാൻ പേടിയില്ലെന്ന് കണ്ടില്ലേ? വീട്ടിലെത്താൻ ധൃതിയുണ്ട്. പോട്ടെ. എടോ സ്വാമി, ഞാനൊരു ശുദ്ധ പാവമാണ്, എന്നെ ഉപദ്രവിക്കരുത്. സ്വാമിയെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നി. വയറ്റിൽ പഴപ്പിനെ ഈ വേഷം കെട്ടി നടക്കുന്നു എന്ന് മാത്രം. ഞാനേ സ്വാമിയെ പോലുള്ള സാധുക്കളെ ഉപദ്രവിക്കാറില്ല. അതെ, ഈ ഹരിഹരർക്ക് നന്നായിട്ട് അറിയാം. സ്വാമി വാ, നമുക്ക് വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് പോകാമല്ലോ. സന്തോഷമുള്ള കാര്യമല്ലേ? നിശ്ചയമായിട്ട് പോയിട്ട് പോകാമല്ലോ. നമസ്കാരം സാർ. പണി പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രോഗ്രസ്സിലാണല്ലോ. 1 മാസത്തിനുള്ളിൽ പിയറെല്ലാം മട്ടമാക്കാം. ആ, സിമെന്റും കമ്പിയും ഒക്കെ നാളെ തന്നെ സ്റ്റോറിൽ നിന്ന് എടുക്കണം. സ്റ്റോക്ക് കുറവാണെന്നാണ് കേട്ടത്. യെസ് സാർ. ആ, പിന്നെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. നിറച്ച് കുരു കൂടാ, നിറച്ച്. വാ വാ. ഏയ്, അവക്ക് മാത്രം കുറച്ച് കോരി കൊടുത്താൽ മതിടാ. കൊച്ചു കുട്ടിയാണെടാ. എന്തോ ഇത്. എന്താ സ്വാമി ഒരു ശൃംഗാരം? സാറിന്റെ അവിടുത്തെ നിപ്പും നോട്ടവും ഭാവവുമെല്ലാം കണ്ടപ്പോൾ എഞ്ചിനീയർ അദ്ദേഹം ഏതോ മഹിളയാണെന്ന് തോന്നിപ്പോയല്ലോ. അത്രേ ഉള്ളൂ. സ്വാമിക്ക് മഹിളാമണികളെ കുറിച്ച് മാത്രമല്ലേ ഉള്ളൂ ചിന്ത. സ്വാമി, ആ പൂണൂലിൽ പിടിവിട്ടിട്ട് നോക്ക. കേട്ടു സാർ, ഇവിടെ കൊണ്ട് ഇത്രയും കടുത്ത പണികളൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. മൃദുലമായ ശരീരം, പാവമാണ്. മഹാപാവം തന്നെ. സ്വാമി ഒരു ഉപകാരം ചെയ്തു കൊടുക്കും. എന്തുപകാരം? എന്താ കരീം സാറ് ചിരിയുണ്ടല്ലോ. ആ, എന്തുപകാരമാണ്? പറയൂ. അമ്മൂനെ കൂടെ വേല കഴിച്ചൂടെ? ഏയ്, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. ഇപ്പോൾ തന്നെ ഒരു വേലയും അതിന് വേണ്ടുന്ന കുട്ടികളും മഠത്തിൽ സ്റ്റോക്കുണ്ട്. പിന്നെ സ്വാമി, ഈ വയറ്റിപ്പഴപ്പിന് വരുന്ന പെമ്പിള്ളേരെ ചീത്തയാക്കുന്ന എന്തിനാ? ഈ കരീം സാറ് ഒരു ഇതില്ലാത്തവരായി പോയല്ലോ. എന്തോന്ന് ഇത്? പിന്നെ ഇവളുണ്ടല്ലോ അമ്മു, ആള് പരമ രസീകൃതിയാണ്. ഇന്നലെ ശ്രീധരനുമായിട്ടുള്ള ഇത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. എന്റെ സ്വാമി, സ്വാമിയുടെ ഇതും കൊണ്ട് നടന്നാലേ വല്ല ക്രാത്തന്മാരും പിടിച്ച് അത് തരുവേ.
അത് പിന്നെ കാണാമല്ലോ. നോക്കാം, പക്ഷെ കരയാൻ വയ്യ. കരീം സാർ അറിഞ്ഞോ? എന്താണ്? നമ്മുടെ കണ്ടക്ടർ സാറും ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ആര് പറഞ്ഞു സ്വാമി? ഈ നാട്ടിലുള്ള ഈ വക കാര്യങ്ങൾ എന്നോട് ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ശങ്കരപ്പിള്ളയുടെ അനന്തരവളുണ്ടല്ലോ, അവളുമായിട്ടുള്ള ഇത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. എന്തോന്ന് സ്വാമി, നേരെ പറ. നമ്മുടെ പ്രസാദ് സാറുണ്ടല്ലോ, ഇതിലേ പോകുന്ന ഗംഗ എന്ന് പറയുന്ന കളയുകുമാരിയുമായിട്ട് ലവാണ്. സ്വാമികൾ ആര് പറഞ്ഞു? നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, കൂടാതെ നമ്മുടെ ശ്രീധരൻ സാർ പറയുന്നു. ഓഹോ, പുതിയ കമ്പനി കൊള്ളാം. കണ്ടാക്ക് എങ്ങനെ പറഞ്ഞ സ്വാമിയെ അപ്പ പറഞ്ഞു. അല്ലെങ്കിലും പ്രസാദ് സാറിന് ഈ അടുത്ത കാലത്തായിട്ട് അത്ര പത്യമല്ല. കള്ളക്കണക്ക് എഴുതുന്നതിന് ഒരു അതിരില്ലേ സ്വാമി? പ്രസാദ് സാറിന് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഞാൻ. അതിന് കണക്ക് തീർത്ത് കൂലി തന്നിരിക്കുമല്ലോ. എന്തായാലും ശ്രീധരാ, നീ ഇപ്പോഴത്തേക്ക് അങ്ങ് പോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? തൊട്ടടുത്ത് കിടക്കുന്നത് കൊച്ചച്ഛന്റെ കണ്ടവാ. ഞാൻ പിന്നെ അത് വേറെ ആർക്കെങ്കിലും എഴുതി കൊടുത്തെന്ന് പറഞ്ഞ എന്നെ കുറ്റം പറയരുത്. അല്ലെങ്കിലും ഞാൻ പറയുന്നത് കേട്ടല്ലയോ നീ നടക്കുന്നത്. എടാ, ഭാഗത്തിൽ കിട്ടിയതിലധികവും നീ വിറ്റ് തൂർത്തടിച്ചു. ഇനി ബാക്കിയുള്ളതെങ്കിലും കിടന്ന നിനക്ക് എന്നെ കുഴപ്പം. ഏതായാലും നീ നില്ല്, ഊണ് കഴിച്ചിട്ട് പോവാ. എനിക്ക് ആരുടെയും ചോറ് വേണ്ട. ഈയിടെ ഇവിടെ ഉണ്ണാൻ വരുത്തൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചേടാ, ആ കണ്ട്രാക്കിനെ വിളിച്ച് വല്ലപ്പോഴും ഒരുത്തര ചോറ് കൊടുക്കുന്നതിന് നാട്ടുകാർക്കൊക്കെ അങ്ങ് കണ്ണുകടിയാ. എടീ കാർത്തിയായനി, ഉണ്ടില്ലെങ്കി വേണ്ട, പോകാൻ വരട്ടെ. നിന്റെ ചെറിയച്ഛനോട് പറഞ്ഞ് നമുക്ക് ഉടനെ ആ ഇടപാടങ്ങ് നടത്താം. നിനക്കെന്താടി എന്നെ കാണുമ്പോ ഒരു വെപ്രാളം? ചേട്ടൻ മുറച്ചെറുക്കനല്ലേ, അതുകൊണ്ടായിരിക്കും. എടി വിളഞ്ഞ വിത്ത്, ഗംഗ എന്റെ മുറപ്പെണ്ണ. ആരെതിർത്താലും ശരി, ഞാൻ അവളെ കൊണ്ടുപോയി താമസിപ്പിക്കും. ചേട്ടൻ ഇപ്പൊ പോ, ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓ, നീയൊക്കെ പഠിച്ച് പ്രധാനമന്ത്രിയാകാൻ പോവല്ലേ? നിന്റെ കുഞ്ഞമ്മ പറയുന്നു ഈ ഇടപാട് ചെയ്യാമെന്ന്. പക്ഷെ ഒരു കാര്യം, നിന്റെ വക മുഴുവനും ഞങ്ങൾ എഴുതി വാങ്ങിയെന്ന് നാട്ടുകാരെ കൊണ്ട് ദോഷം പറയിക്കരുത്. നാട്ടുകാര് 7 തെണ്ടികളുണ്ട് എനിക്കെതിരായിട്ട് ശബ്ദിക്കാൻ. കൊച്ചച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാട് മുഴുവൻ പാട്ടാകുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചാ കൊള്ളാം. എന്താ അത്ര വലിയ കാര്യം? ഗംഗ എന്റെ മുറപ്പെണ്ണ. ആ കൺട്രാക്ടർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലേ മുറപ്പെണ്ണുമായിട്ടുള്ള നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. നീ ഇപ്പൊ പോ. 25,000 രൂപയ്ക്ക് ഈ വസ്തു നഷ്ടമല്ല. കോയിക്കക്കാരറിഞ്ഞാൽ 2,000 3,000 കൂടുതൽ കൊടുത്ത് മേടിക്കും. അതിലിപ്പോ രൂപ തികയുമോ? ഇപ്പൊ ഉള്ളത് കൊടുക്കണം, ബാക്കി കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാം. അവന് തൂർത്തടിക്കാൻ തന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. ശരി, പോടാ അവിടുന്ന്. അടുത്തൊന്നും ഇരിക്കണ്ട. പ്രായമായാലും പിള്ളേര് കളി വിട്ടിട്ടില്ല. അപ്പോ പാലം പണി തീരാറായോ? നടക്കുന്നുണ്ട്. എഞ്ചിനീയർ അദ്ദേഹത്തെ കണ്ടിട്ട് വളരെ ദിവസങ്ങളായല്ലോ. എന്റെ ജോലി സ്ഥലത്ത് അദ്ദേഹം അധികം വരാറില്ല. വിശ്വാസം കൊണ്ടായിരിക്കും. ആട്ടെ, ഈ പാലം പണി എന്നത്തേക്ക് തീരും? 1 മാസം കൊണ്ട് തീരാനേ ഉള്ളൂ. പക്ഷേ എന്തു പക്ഷേ? എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ. ഒരു പാർട്ട് ബില്ല് എഴുതി പോയിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച പാസ്സാകും. അതുവരെ ഈ ആഴ്ചത്തേക്ക് കുറച്ച് രൂപ കിട്ടിയേക്കൊള്ളാം. എന്ത് വേണ്ടി വരും? ഒരു 20,000 രൂപ കിട്ടിയാൽ ഒരുവിധം നിൽക്കാം. ഞാൻ എന്താ വരുന്നു. നീ എന്താ കാർത്തിയാ നീ പറയുന്നത്? കുന്തം, നിങ്ങൾ ഈ ലോകത്താണോ ജീവിക്കുന്നത്? പെണ്ണ് പ്രായം തികഞ്ഞ് നിൽക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയോ? അവളിപ്പോ പഠിക്കല്ലേ? അടുത്തവൊക്കെ കുറച്ചു മതി. ഇതുപോലുള്ള ഒരു പയ്യനെ കിട്ടാനാ വിഷമം. അതിന് പ്രസാദ് കുറച്ച് രൂപ കടം ചോദിച്ചെന്ന് വെച്ച് ഇപ്പൊ രൂപ കൊടുക്കണം. കുറെ കഴിയുമ്പോ മോളെ കൊടുക്കാനുള്ള സാമർഥ്യം അച്ഛനുണ്ടായിരിക്കണം. ഓ എന്ന്. ആട്ടെ, ഞാൻ പ്രസാദിനോട് എന്ത് മറുപടി പറയണം? കൊടുക്കാവുന്ന പറ മനുഷ്യനെ. ആ രൂപ കിട്ടിയിട്ട് ശ്രീധരൻ ഇടപാട് തീർത്താ മതി. ഓ ഓ
ആവശ്യപ്പെട്ട തുകയുണ്ട്. വളരെ ഉപകാരം. അടുത്ത ആഴ്ച തന്നെ എത്തിക്കാം. ഓ, ധൃതിയൊന്നുമില്ല. വരട്ടെ. ഓ ഓ. അരെ സാറേ, സാറിന് പേരിക്കാ വേണ. കണ്ണൻ ഇത് എവിടെ നിന്ന് കിട്ടി? അങ്ങ് മേലെ കുന്നിക്കേറി ഞാൻ പറിച്ചതാ. 2 എണ്ണേ ഉള്ളോ? 4 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം ഗംഗയ്ക്ക് കൊടുത്ത്. ഗംഗ 1 വാങ്ങിയുള്ളൂ. അമ്മ അമ്മ പേരിക്കാ വേണോ? അമ്മ പേരിക്ക കൊല്ലാമോ? കൊച്ചമ്പ്രാനെ പോലെ നല്ല ഇനിപ്പാ. അമ്മു, നിങ്ങളുടെ പാലം പണി എന്ന് തീരും? കൊച്ചമ്പ്രാൻ താലി കെട്ടി പെണ്ണിനെയും കൂട്ടി കാറി കയറി വരുമ്പോ ഞങ്ങൾ പാലം പണി തീർക്കും. കോവിലില് വെച്ച് വിവാഹം നടത്തുന്നതാ ഇഷ്ടം. ആർക്കിഷ്ടം? ഞാൻ പറയില്ല. ഞാൻ പറയട്ടെ. ഇവിടെ വാ, ഇവിടെ വാടി. എന്താണ് അവിടെ നിന്ന് ശൃംഗരിക്കുന്നു? വൈകുന്നേരം എണ്ണി മേടിക്കണ്ടേ? പോയി ജോലി നോക്കടി. കരീം സാറേ, ഇവളുണ്ടല്ലോ ഈ അമ്മു, ആളല്പം സർവീസാണെന്നാണ് തോന്നണത്. സ്വാമിക്ക് പ്രായമൊക്കെ ആയില്ലേ, ഇനി ഈ സർവീസിങ്ങും ക്ലീനിങ്ങും ഒക്കെ വെച്ച് കെട്ടിക്കൂടി. ഈ അണ്ണാർക്കണ്ണനുണ്ടല്ലോ, എത്ര പ്രായമായാലും മരഞ്ചേട്ടം മറക്കുമോ? ഈ പ്രായമായി ആയി വരവരെയാണല്ലോ ഇതിൽ ഒരു ഇതുണ്ടാവുന്നത്. സ്വാമിക്ക് ഇപ്പൊ ഇതൊക്കെ തോന്നും. ഈ കരീം സാറ് ഇതിൽ ഒരു ഇതില്ലാത്ത മനുഷ്യനായി പോയല്ലോ. രമു, വല്ലാതെ മഴ വരുന്നു. നീ ഈ കാലിച്ചാക്കെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് പോ. അകത്ത് അകത്തോണ്ട് പോ, അകത്തോണ്ട് പോ. ശുദ്ധം ബ്രാഹ്മണനാണ്. പ്രായമായാലേ ഇതിനൊക്കെ രീതി വേണം കേട്ടോ. പോളെ, എലിക്ക് പ്രാണവേദന. എന്താ നിങ്ങൾ ഇത്ര ചിരിക്കുന്നേ? പറഞ്ഞു കൊടുക്കടി. നിനക്കെന്താ? ഞാൻ പറഞ്ഞാൽ കണ്ണേറ്റന് അത്ര രസിക്കില്ല. രസമുള്ള കാര്യാണെങ്കിൽ ഗംഗ പറഞ്ഞു തന്നാ മതി. ആ, ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. കണ്ണേട്ടാ, ഞങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ ഒരു കഥയുണ്ട്, മത്സ്യഗന്ധിയുടെ. ഇതാ, കണ്ണേറ്റം കൊണ്ടുപോയി വായി. ഗംഗ പറഞ്ഞു തന്നാ മതി. നീ അവരെ ശല്യപ്പെടുത്താതെ ഇങ്ങോട്ട് വാ, അവർ പഠിച്ചോട്ടെ. ഇതാ കൊണ്ടുപോ.
നടുവേ പാല പാലരുവേ ഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാസി രാവിൽ തോണിക്കാരിയാം മത്സ്യഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു മത്സ്യഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു കദളി വാഴക്കുളിർ പെയ്യുന്ന നിന്നിലെ കേസലയ യൗവനം കാണുമ്പോൾ കദളി വാഴക്കുളിർ പെയ്യുന്ന നിന്നിലെ കേസലയ യൗവനം കാണുമ്പോൾ എന്നിലുണരുന്നു പൂക്കുന്നു കായ്ക്കുന്നു അന്നത്തെ മദനാനുഭൂതികൾ ഗന്ധിയെ മാമുനിയൊരുവൻ കാമിച്ചു മാമുനിയൊരുവൻ കാമിച്ചു വെച്ചിരുന്ന രൂപയും അവൻ കൊച്ചച്ഛനെ കളിപ്പിച്ച് തട്ടിയെടുത്തു. രൂപ മാത്രമല്ല ആച്ചാന്റെ മുറപ്പെണ്ണിനെ അതവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഗംഗേ 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 നല്ല മധുരം ഉണ്ടല്ലേ. പാലം ഒരു രസവുമില്ല. കണ്ണേട്ടന് ആ കണ്ടക്ടറിനെ ഇഷ്ടമാണോ? അയാള് ചിലപ്പോ ഗംഗ ഒരു നോട്ടമുണ്ട്. അമ്മ ആറ്റി വെച്ച് മുങ്ങാങ്കുഴിയിട്ട് വന്ന് ഗംഗയെ ഉപദ്രവിച്ചില്ലേ, അതി പിന്നെ എനിക്ക് അയാളെ കണ്ടേവിടാ. ഈ സ്പീഡിൽ പോയാ 2 ആഴ്ച കൊണ്ട് വർക്ക് തീർക്കാം. അപ്രോച്ച് റോഡിന്റെ പണി കിടക്കുന്നല്ലോ. ഇത് സാരമില്ല, ശരിയാക്കിക്കളാ. കരീം സാർ എന്താ പറഞ്ഞത്? വിഷമിക്കല്ലെന്ന്.
അപ്രോച്ച് റോഡിന്റെ കാര്യം കൂലിക്കാരെ കൂട്ടിയാൽ 2 ആഴ്ച കൊണ്ട് തീർത്ത് കളയാം. അപ്പോ മൊത്തം 2 ആഴ്ച മതിയെന്നോ? മതി സാറേ, കാര്യമല്ലേ പറയുന്നത്. കുറച്ചു നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? നമ്മുടെ സ്വാമിക്ക് ഇപ്പൊ പഴയ കൂറൊന്നുമില്ല. ശ്രീധരനുമായിട്ടാണ് കൂട്ട്. അല്പം മദ്യപാനവും തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അറിയാഞ്ഞിട്ടല്ല. സ്വാമി ആളാകെ മാറിയിരിക്കുന്നു. സിമന്റ് സ്റ്റോക്കിൽ വലിയ വ്യത്യാസം കാണുന്നു. ഈയിടെ അല്പം സ്ത്രീതൽപരനും കൂടെയാണ്. കോൺട്രാക്ട് ബിസിനസിന്റെ തുടക്കം മുതലേ കൂടിയ ആളാണ്. അന്നൊക്കെ സ്വാമിയെ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. തണല് തരുന്ന മരമായാലും ഫലമരത്തിന്റെ മേൽ വീണാലോ? എന്ത് ചെയ്യാനൊക്കും? വെട്ടി മാറ്റണം. സാർ അറിയാനിടയില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം ഈ സ്വാമി ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു. പണം എവിടുന്ന? അത്രയും കട്ടതാ. ഈ പണി തീരുന്നവരെ ക്ഷമിച്ചേ പറ്റൂ. അത് കൺട്രാക്ടറുടെ ഇഷ്ടം. അറിയിക്കാനുള്ളത് പറഞ്ഞു. സാർ ടൗണിൽ പോകുന്നെന്ന് പറഞ്ഞു. അതെ, അപ്രോച്ച് റോഡിന്റെ ഇനീഷ്യൽ ലെവൽ അപ്രൂവ് ചെയ്തു നോക്കിയിട്ട് വരാം. പോരുമ്പോൾ തോമസ് സാറിനെ കൂടെ കണ്ടിട്ട് വരണം. തോമസ് സാർ എന്തെങ്കിലും പറഞ്ഞു? പാലത്തിന്റെ ടെൻഡർ നാളെയാണ്. വേണ്ട ഗിരീം സാറേ, അതൊരു മേജർ വർക്കല്ലേ. കോൺട്രാക്ടറെ കൊണ്ട് എടുപ്പിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ തോമസ് സാറിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊക്കിൽ ഒതുങ്ങാത്ത കുത്തിയാൽ കഴുത്തൊടിഞ്ഞു പോകും. കോൺട്രാക്ടർ ഏതാനും തോമസ് സാറിനെ കാണും. കൊട്ടേഷൻ ഒപ്പിടിച്ചിട്ടേ വിടും. ഞാൻ നോക്കട്ടെ. ഏതായാലും ഞാൻ പോയിട്ട് വരാം. ശരി. അമ്മായി അതൊക്കെ പറയും. കോളേജിൽ പോകുന്നെങ്കിൽ 2 പേരും ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ ആരും പോവില്ല. പ്രീ ഡിഗ്രി വരെ തോൽക്കാതെ പഠിച്ചിട്ട് എനിക്കിനി വീട്ടിൽ നിൽക്കാൻ വയ്യ. നിന്നോട് പഠിക്കണ്ടെന്ന് ആര് പറഞ്ഞു? മോള് 1 കൊല്ലവും തോൽക്കാതെ പഠിച്ചു. ഗംഗയോ ക്ലാസ് വാങ്ങി പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിയേ മടങ്ങുമെന്നും പറഞ്ഞ് പ്രസാദ് പോയിരിക്കാം. അവിടെ തള്ളാതടേ, അവിടെ നില്ല. മാധവൻ മാധവൻ വേടാ, കെട്ടടാ, കെട്ട. ഒരു മര്യാദ വേണ്ടടാ. 15, 15, 17. അതിനപ്പടി പോ പോ പോ. സുലൈമാൻ 15, 15. എത്ര? 15. 15ഓ? അതെ. എന്നാ അപ്പടി സ്വാമിക്ക് 2 രൂപ തന്നിട്ട് പോടാ, തന്നിട്ട് പോടാ. ആ കൂട്ടത്തിലുള്ള കാണുന്നില്ല അച്ഛനെ. കുട്ടാമേശ്വരി, നീ നല്ലതാ, എനിക്കറിയാം. എത്ര 18 രൂപ അല്ലേ? എന്നാ അമ്മു അമ്മു, നീ അണ്ണനോട് ഗലാട്ട ചെയ്തു. പോരാത്തതിന് കൺട്രാക്ടറോട് കംപ്ലൈന്റും പറഞ്ഞു. സ്വാമി കണക്ക് തീർക്ക് മോന്തിയായി. തരാമല്ലോ. ചേഞ്ച് ഇല്ല. 100 രൂപ നോട്ടാണെന്നാ കൊണ്ടുപോയിക്കോ. ഇത് 100 അല്ലേ? എനിക്ക് എന്റെ കൂലി മതി. ചുമ്മാ കൊണ്ടുപോയിക്കോ അമ്മു, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. താൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പൊയ്യോ പൊയ്യോ, പോകുന്ന വഴിക്കാൻ നിറയെ കിട്ടിക്കോളും. ചരക്കെത്തി എവിടാ? അവിടെ അവിടെ. അവളുടെ ഒരു ഒടുക്കത്തെ കുളി പോയി പിടിച്ചോണ്ട് പോടാ. ഞാനോ? പപ്പൻ ചേട്ടാ. എന്താ അമ്മു? ഇനി വന്നേ. ഞാനോ? വരൂന്നേ. എന്താ? പിന്നെ എനിക്ക് കുളിരുന്നു. ആ തുണി ഇഞ്ഞു തരുവോ? അയ്യോ, ഇത് എന്റെ അമ്മുന്റെ ആണോ? പിന്നെ പപ്പൻ ചേട്ടന്റെ അമ്മയുടെ വകയാണെന്ന് വിചാരിച്ചോ? കളിക്കാതെ പപ്പേട്ട, ഇങ്ങ് താ. നീ ഇതിലെ താഴോട്ട് ഇങ്ങ് തരാൻ. മാറി.
അച്ഛനെ അമ്മ പറ്റിച്ചു. കേറി വേണം. എന്നാ ഈ തോർത്തെടുത്തോ. കഴിവേറി നിന്നേക്ക് എന്തിനു കൊള്ളാമട. നിന്റെ നീരാട്ട് കഴിഞ്ഞോടി. തമ്പുരാനെ വിളിക്കണമെങ്കിൽ ഞാൻ മാറിയേക്കാം. അത്ര ധൃതിയൊന്നുമില്ല, നീ നിന്നോ. എന്തിനാ തമ്പ്ര? അന്ന് നീ തെറിപ്പിച്ചില്ലേ ചെളി, അതിന്റെ പാട് ഇതുവരെ മാഞ്ഞിട്ടില്ല. വൃത്തിയായിട്ടൊന്ന് കഴിയത്താ. തമ്പ്ര അങ്ങ് ആഴത്തിലോട്ട് ഇറങ്ങി മുങ്ങ എല്ലാം പോകും. സാർ അവിടെ ശ്രീധരേട്ടൻ അമ്മൂനെ അവിടെ. സാർ വിട്ടേക്ക് സാർ, ഇപ്പോഴിത് മതി സാർ. ഇനി എന്റെ തൊഴിലാളികൾ തൊട്ടുപോയാൽ ഓടിക്കോ. ആ നീ വീട്ടിൽ പോയിക്കോ. വെക്കാതി. ആ
ശരി. കൊട്ടാരം, അവന്റെ ഒരു കൊട്ടാരം. എന്നോട് കളിച്ചാൽ എല്ലാവരും ഞാൻ ഇതുപോലെ പോയി. എല്ലാം നടക്കുന്നുണ്ടോ? അച്ഛാ അച്ഛാ അച്ഛാ, തീ തീ അവിടെ. എന്താണ് തീയോ? എവിടെ? കൺട്രാക്ടിന്റെ ഷെഡ്. ഞാനാണ് പറയുന്നത് പോണ്ട, പോരുത്. ആരാണ് കടുങ്കം ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പോകണ്ടെന്ന് പറയുന്നത്. പോരുത്. രണ്ടുപേർക്കും എന്തിനാ? ഗംഗയ്ക്കും ലേഖയ്ക്കും. ഒരാളെ അയച്ചാ മതി. അപ്പൊ ലേഖ? ലേഖയല്ല, ഗംഗ ഇവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ കുട്ടിയല്ലേ? ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഗംഗ ഇവിടെ നിൽക്കട്ടെ. വീട്ടുപണിക്ക് പഠിപ്പിൽ മിടിക്കിയ കുട്ടി തന്നെ വേണം, വേലക്കാരെ കിട്ടില്ലേ? ഓ, എവളൊക്കെ പഠിച്ചിട്ട് നീ ആര് കാണാനാ? മുറച്ചെറുക്കൻ ഇപ്പോഴേ ബഹളം വെച്ചോണ്ട് നടക്കുക. പിടിച്ചു കൊടുത്താൽ ശല്യം തീർന്നു. എടാ പപ്പ, എന്താ നമുക്കും കോൺട്രാക്ട് പണി തുടങ്ങിയാൽ എന്താ? ആ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സ്വാമിയും പിന്നെ നോക്കണ്ട, കുടിയിലായ തന്നെ. കടിച്ചു തൂങ്ങിയ കൊമ്പ് കൊള്ളാം അസത്തെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി പറയൂ, ഞാനത് അനുസരിക്കാം. ആറ്റിച്ചാടി ചാവടി. ഗംഗയ്ക്ക് ആറ്റിച്ചാടി ചാകേണ്ട കാര്യം ഒന്നും വന്നിട്ടില്ല. എന്നാ ഞാൻ ചാടാം എന്നും ഞാൻ പറയുന്നില്ല. എന്നാ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്തോന്നറിയാനാ? നാളെ കാലത്ത് അവൾ കാളഞ്ചി പോകും. അതിന് നിന്റെയോ എന്റെയോ ഔദാര്യമോ നമുക്ക് ആവശ്യമില്ല. ഈ കാണുന്ന സ്വത്തിന്റെ പാതി അവകാശി അവളാണെന്നുള്ള കാര്യം നീ മറക്കരുത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ എന്റെ തലസ്വരൂപം കാണിക്കും. അയ്യോ, ഒന്നും കാണിക്കണ്ട, ഞാൻ പൊക്കോളാം. ഗംഗയ്ക്ക് പൂവോ പേരയ്ക്കോ വേണമെങ്കിൽ അറിയിക്കണേ, ഞാൻ അവിടെ കൊണ്ടുതരാം. വേണ്ട കണ്ണേട്ട, അതൊക്കെ ഞാൻ അവധിക്ക് ഇവിടെ വരുമ്പോ മതി. ഗംഗ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു രസവും ഇല്ല. ഹേ, ആര് പറഞ്ഞു? കണ്ണേട്ടൻ അമ്മായിക്ക് വീട്ടുപണികളിലൊക്കെ സഹായിച്ചു കൊടുക്കണം. പിന്നെ മരത്തിൽ കയറരുത്, ആറ്റിലും ചാടരുത്. സമ്മതിച്ചോ? അമ്മേ, കാർ വന്നു. കോൺട്രാക്ടിന്റെ കാറിൽ പോവണ്ട, ഞാൻ കൂടെ വരാം. നമുക്ക് ബസ്സിൽ പോകാം. ഹേ, പ്രസാദേട്ടൻ നല്ല ആളാ. അതൊക്കെ ഞാൻ എടുത്തോളാം. സ്വാമി, ആ കൺട്രാക്ടിന്റെ കാറിലേ പോകുന്നത് ആണല്ലോ. തടഞ്ഞു നിർത്തി അവനൊരു എടുപ്പെടുത്താലോ? അത് വേണ ആശാന്. ഗംഗയിലേക്കയാ കാറിൽ കൂടെ പോകുന്നത്? പിന്നെ അല്ലാതെ നാണക്കേട്. നാണക്കേട് ആർക്കാ സ്വാമി? സന്ദേഹമെന്ന് ഈ ആശാന് തന്നെ. എന്റെ കൊച്ചച്ഛനില്ലേ, ആ കിഴട്ട് കിഴവൻ, അയാളാണ് ഇവനിവിടെ ആളാക്കിയത്. എന്നാലും ഇതുവരെ കടന്നുപോയി. പോട്ടസ്വാമി, ഇവനൊക്കെ ശ്രീധരന്റെ മുമ്പിൽ ഇനിയും വന്ന് വീഴും. പേടിക്കണ്ട, ഈ വാസുപിള്ള ഇവിടെ വന്നിട്ട് 2 ദശവത്സരം കഴിഞ്ഞിരിക്കുന്നു. അതിനിടെ എന്തെല്ലാം കണ്ടു. വാസുപിള്ള ചേട്ടൻ ഇങ്ങോട്ട്? ആ,
പ്രസാദ് സാറ് ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രസാദേട്ടൻ എവിടെ? ഇവിടില്ല. ഞാൻ മേറ്ററിന് വേണ്ടി ഷോപ്പിങ്ങിന് പോയപ്പോ വഴി വെച്ച് കണ്ടു. ആ സംഗതിയുടെ കിടപ്പെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. പിന്നെ വാസുപിള്ളയുടെ സഹായം എപ്പോ വേണം അപ്പൊ പറഞ്ഞേക്കണം കേട്ടോ. ശരി വരട്ടെ. ഇത്തവണ എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മിസ്റ്റർ രംഗൻ. നോ 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 നോ, അത് പറ്റില്ല. മിസ്റ്റർ തോമസിനെ കൂടെ ഉള്ള ആഘോഷത്തിൽ എന്തർത്ഥമുള്ളത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രംഗനെ മറന്നിട്ടില്ലല്ലോ? ഓർമ്മയുണ്ട്. വെരി ഗുഡ്. ആ പിന്നൊരു കാര്യം, ഇത്തവണ താൻ ഒഴിയാനൊന്നും നോക്കണ്ട, വരണം. മിസ്റ്റർ പ്രസാദും കൊണ്ടുവരണം. ശരി സർ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഈ രംഗനെ കണ്ടാൽ ഒരു കാണിക്കാരനാണെന്ന് ആരെങ്കിലും പറയുമോ? 500 ഏക്കർ എസ്റ്റേറ്റിന്റെ ഉടമയാണ്. കാണിക്കാരുടെ ഇടയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ആളാണ്. വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ഞങ്ങളൊരു ധീരത കാണിച്ചു. രംഗന്റെ അച്ഛനെ കൊന്ന് എസ്റ്റേറ്റ് കൈയടക്കാൻ ശ്രമിച്ച ദുരാഗ്രഹികളായ എസ്റ്റേറ്റ് ഉടമകളിൽ നിന്നും ഞങ്ങൾ രംഗനെ രക്ഷിച്ചു. അന്ന് ഞാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റായിരുന്നു. അതുകൊണ്ട് കൂടെ വരാൻ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൊക്കെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലാണ്. പക്ഷേ അതിലൊട്ടുമുക്കാലും പേരെ ഈ ഞായറാഴ്ച രംഗൻ മലയിൽ വരുത്തും. എസ്റ്റേറ്റ് തിരിച്ചു പിടിച്ചതിന്റെ 15ാം വാർഷികം. ഇത്രയും സ്നേഹമുള്ള മനുഷ്യനെ കണ്ടുമുട്ടാൻ വിഷമം. ബൈ ദ വൈ, പ്രസാദ് ഇപ്പൊ വർക്ക് സ്പോട്ടിൽ നിന്ന് വരികയാണോ? അതെ സർ. വർക്കിന്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്? ഈ ആഴ്ച കൊണ്ട് പിയറെല്ലാം തീരും. ഗുഡ്. ഈ കോൺട്രാക്റ്റിൽ നിന്നും ഞാൻ ഒഴിഞ്ഞതാണ്. ഓഹോ, എനിക്ക് വേണ്ടിയാണ് താൻ ആ വർക്ക് എടുത്തത് അല്ലേ? എന്നല്ല, രൂപയ്ക്ക് അത്രയ്ക്ക് ബന്ധപ്പാടുണ്ട്. That's all right. Let us try. Okay, sir. എവൾ ഈ തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ പടിയടച്ച് പിണ്ണം വെച്ചേനെ. കുറച്ചില്. അമ്മേ, ഇത് ഗംഗയുടെ കത്താണോ? അവിടെ അമ്മൂമ്മയുടെ. എന്താണ് ഈ കിടന്ന് പടക്കം പൊട്ടിക്കുന്നത്? അയ്യോ, ദേ പൊന്ന അനന്തരത്തിയുടെ ലീലാവിലാസങ്ങള്. ദേ വായിച്ചു നോക്ക്. അതൊക്കെ നിന്റെ മകളുടെ കൽപ്പിതങ്ങളായിരിക്കും. ഗംഗയ്ക്ക് എന്താ അമ്മേ? അവക്ക് രാപ്പനെയാണെന്ന്. നീ പോകുന്നുണ്ടോ? ഞാൻ പോണോ അച്ഛാ? ഓൻ പോണ്ട. ഓൻ തോട്ടത്ത് പോയി ഈ പണിക്കാരൊക്കെ എന്ത് ചെയ്യുന്നു നോക്ക്. പോ. നീ പോടാ അവിടുന്ന്. നാശം. ഇനി എന്താണ് കാര്യം പറ. അയ്യോ, ആ കൺട്രാക്ടുമായുള്ള ചങ്ങാത്തം കാരണം നമ്മുടെ ലേഹയ്ക്ക് അവിടെ പഠിക്കാൻ വയ്യ. നാണക്കേടാണെന്ന്. ഓഹോ, എന്നാ നിന്റെ മോളോട് കോളേജിൽ നിന്ന് പോരാൻ പറ. അവൾ പഠിക്കണ്ട. നിങ്ങളൊരു അച്ഛൻ തന്നെയാണോ? അല്ല, ഓച്ചൻ. എടീ, നീ നിന്റെ മോളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എന്റെ അനന്തരവളെയും സ്നേഹിക്കുന്നു. നീ ഇവിടെ കിടന്ന് ഔട്ട് പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇന്നലെ പ്രസാദിനെ കണ്ടു. കോളേജ് അടച്ച ഉടനെ തന്നെ ഗംഗയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ അവന് വാക്കും കൊടുത്തു. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? സംക്രമസ്നാനം കഴിഞ്ഞു പ്രകൃതി സന്ധ്യാവന്ദനത്തിനിരുന്നു. അഖണ്ഡനാമമുരുവിട്ടു ഞാൻ അഞ്ജലിബദ്ധനായി നിന്നു. കാലമെനിക്കു തന്ന വരപ്രസാദം കന്യകെ നീയാം തൃപ്രസാദം. സംക്രമസ്നാനം കഴിഞ്ഞു പ്രകൃതി സന്ധ്യാവന്ദനത്തിനിരുന്നു. അഖണ്ഡനാമമുരുവിട്ടു ഞാൻ അഞ്ജലിബദ്ധനായി നിന്നു. കാലമെനിക്കു തന്ന വരപ്രസാദം കന്യകെ നീയാം തൃപ്രസാദം. സംക്രമസ്നാനം കഴിഞ്ഞു.
നീലമയിൽ പീലി പൂവിരിഞ്ഞു നിന്റെ നീൽമിഴി സ്വപ്നത്താൽ നിറഞ്ഞു നീലമയിൽ പീലി പൂവിരിഞ്ഞു നിന്റെ നീൽമിഴി സ്വപ്നത്താൽ നിറഞ്ഞു രോമാഞ്ച കിരണങ്ങൾ ചാലിച്ചു ഞാനരികിൽ താനെ മറന്നൊട്ടു നിന്നു സങ്കൽപ്പമെനിക്കു തന്ന സമ്മാനം സാരംഗിനിയാം സൗഗന്ധികം സംക്രമ സ്നാനം കഴിഞ്ഞു പ്രകൃതി സന്ധ്യാവന്ദനത്തിനിരുന്നു അഖണ്ഡനാമമുരുവിട്ടു ഞാൻ അഞ്ജലിബദ്ധനായി നിന്നു കാലമെനിക്കു തന്ന വരപ്രസാദം കന്യകെ നീയാം തൃപ്രസാദം സംക്രമ സ്നാനം കഴിഞ്ഞു ഞാൻ കൊതിച്ചു സൗഭാഗ്യമെനിക്കു തന്ന സായുജ്യം സൗമിനി നീയാം സൗന്ദര്യം സംക്രമ സ്നാനം കഴിഞ്ഞു പ്രകൃതി സന്ധ്യാവന്ദനത്തിനിരുന്നു അഖണ്ഡനാമമുരുവിട്ടു ഞാൻ അഞ്ജലിബദ്ധനായി നിന്നു കാലമെനിക്കു തന്ന വരപ്രസാദം കന്യകെ നീയാം തൃപ്രസാദം സംക്രമ സ്നാനം കഴിഞ്ഞു അതാണ് എഞ്ചിനീയർ തോമസ്. എഞ്ചിനീയറെ കണ്ടപ്പോ നിങ്ങളുടെ മട്ടുമാറിയല്ലോ. ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം എനിക്ക് വെറും ഒരു എഞ്ചിനീയർ മാത്രമല്ല, എന്റെ എല്ലാമാണ്. എന്റെ എല്ലാ ആസ്തികളുടെയും സൃഷ്ടാവാണ് അദ്ദേഹം. ഇനി നടന്നു പോയിക്കോളാം. കുട്ടികൾ കളിയാക്കും. നമ്മളെ ഒന്നിച്ച് കണ്ടാലോ? എന്നാലും അതൊന്ന് കാണണമല്ലോ. അയ്യോ വേണ്ട, ഇപ്പൊ പോയിക്കോ. അതാ വലിയ എംബ്രാൻ വരുന്നു.
എന്താടാ ചേന്ന കെട്ടും ഭാണവുമായിട്ട്? ഞങ്ങ മലയിൽ പോവുക തമ്പ്ര. ഏത് മലയാടി? രംഗം മുതലാളിയുടെ. അവിടെ തോട്ടപ്പണിക്ക് ആളെടുക്കണം എന്നറിഞ്ഞു. വെറുതെ മലമ്പനി പിടിച്ച് ചാകാതെ ഇവിടത്തെ ജോലി വല്ലതും ചെയ്ത് കഴിഞ്ഞാ പോരെ? ശ്രീധരൻ തമ്പ്രാന്റെ ശല്യം കൊണ്ട് കുടി കിടക്കാൻ മേല. എടാ വഴിച്ചെലവിൽ വെച്ചോ. പോ തമ്പ്ര. രൂപയുടെ കാര്യത്തിൽ ഒരു മാർഗവും കണ്ടില്ല. അപ്പോ എന്റെ സഹായം തനിക്ക് ഇനിയും വേണം. പക്ഷേ മറിച്ച് ഇങ്ങോട്ടും വേണം. തെണ്ടി നടന്ന എന്നെ ഇത്രത്തോളം ആക്കിയ സാറിന്റെ ഏത് ആഗ്രഹവും നിറവേറ്റിത്തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആരേഷ്യോ എന്താ അത്ര സംശയം? എടോ, കഴിഞ്ഞ ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി വെരി നൈസ് ഗേൾ. എന്താണോ ഇത്ര ആലോചിക്കാൻ? സാർ അത് ഓടോ, വാക്ക് പാലിക്കുക. ഇനി എവിടെ പോയതാവും? സെക്ഷനിലും സബ് ഡിവിഷനിലും ഒക്കെ നോക്കിയോ? അവിടെ വിചാരിച്ച് ചെന്നിട്ടേ ഇല്ലെന്ന് പോരഞ്ഞിട്ട് ഞാൻ തോമസ് സാറിനോടും ചോദിച്ചു. ഈ അകത്തെങ്ങാനും ഉണ്ടോ? എങ്കിൽ കാറ് കാണണം. കാർ വിറ്റ് നടന്നില്ലേ? ഇല്ല സാറേ. പിന്നെ താനെന്തൊരു കണക്കപ്പിള്ളയാടൂ. ആ രൂപ കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു സ്പാൻ കോൺക്രീറ്റ് ചെയ്തത് അറിയാം. അപ്പൊ പാലം ചെയ്യണമെങ്കിൽ 5-6 കാറോട് വിൽക്കേണ്ടി വരുമല്ലോ. വേണ്ട, നിങ്ങളൊന്നും അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. പാലം തീർന്നാക്കണം. ഞാൻ പണി നിർത്തുക. കരാർ കാലാവധി കഴിയാറായി. വർക്ക് തീർന്നില്ലേ ക്യാൻസൽ ചെയ്യട്ടെ. എന്റെ കയ്യിൽ മുടക്കാൻ രൂപയില്ല. കഴിവുള്ളവർ ഏറ്റെടുത്ത് നടത്തട്ടെ. അങ്ങനെ ഒഴിയാൻ പറ്റുമോ? സർക്കാർ കാര്യമാണ്. ഇതുവരെ മുടക്കി മുതലും പോവും. കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടിയും വരും. എന്ത് വരട്ടെ, എന്തായാലും എന്നെ കൊണ്ട്. അല്പം മുമ്പ് തോമസ് സാർ സൈറ്റ് വന്നിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം TBയിൽ ചെല്ലാൻ പറഞ്ഞു. ജോലിക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ്. 1 മാസത്തെ കൂലി കുടിശ്ശിയുണ്ട്. എല്ലാവരോടും വന്ന് എന്നെ വെട്ടി നോക്കി പിന്നീട് എടുത്തോളം പറ. കൺട്രാക്ടിന് എന്തു പറ്റി? ഉള്ളതെല്ലാം കൈവിട്ട് പോയാ എല്ലാവർക്കും ഇങ്ങനെ നാടോ? തോമസ് സാർ വിചാരിച്ചാൽ ഇതൊരു പ്രശ്നമാണ്. വിചാരിക്കണ്ടേ? ആശാനെ ദോ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് വിളിച്ചത്. മറ്റവളെവിടെ? ഇവിടെ ഇല്ല. ഇവിടെ അല്ലേ അവളുടെ പഠിത്തം? ഇപ്പൊ ഇവിടെ ഇല്ല. പ്രസാദ് വിളിച്ചുകൊണ്ടുപോയി. എന്തോന്ന് പറഞ്ഞില്ലേ? ആശാനെ ചതിച്ചോ? എന്താ ലാഗേ? ഗംഗ വന്നില്ലേ? ഇല്ല. എവിടെ പോയതാ? കാമുകനുമായി കറങ്ങായിരിക്കും. ഓ, കൺട്രാക്ട് വിട്ടില്ല. പണിക്ക് കൊണ്ടുപോയതായിരിക്കും. അങ്ങനെ ധരിക്കണ്ട. പിന്നെ എങ്ങനെ ധരിക്കണമെന്ന് കൂടി പറയൂ. അത് തോമസ് സാർ മനഃപൂർവ്വം വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം വെറുതെ നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഈ TBയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന് പറഞ്ഞോ? ഗംഗേ, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഞാൻ നിന്നോട് തോമസ് സാറുമായുള്ള എന്റെ കടപ്പാടുകൾ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ആ കടപ്പാടുകൾക്കും ഈ TBയിൽ എത്തിച്ചിരിക്കുന്ന ഞാനുമായുള്ള ബന്ധം എന്താണെന്ന് പറയൂ. ഞാൻ അശക്തനാണ്. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അദ്ദേഹം വരുന്നുണ്ട്. എങ്ങനെ സഹായിക്കണം പ്ലീസ്.
ഇനി ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കരുത്. വച്ചാൽ പിന്നെ എന്റെ ശവമായിരിക്കും നിങ്ങൾ തൊടുന്നത്. കുട്ടിക്ക് എന്ത് പറ്റി? നിങ്ങളുടെ കെണിയിൽപ്പെട്ട് ഒന്നും പറ്റാതിരിക്കാൻ നോക്കുകയാണ്. ഗംഗയെന്നല്ലേ പേര്? നിങ്ങൾക്ക് എന്റെ പേരറിഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. എനിക്കൊരു പുരുഷനെ കുറിച്ച് ഓർക്കാൻ കഴിയുള്ളൂ. അയാൾ ഇത്തരക്കാരനാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. പ്രസാദ് എന്റെ എല്ലാമാണ്. എന്നെയും നിങ്ങളുടെ ബലിമൃഗമാക്കാനാണോ ഉദ്ദേശം? കുട്ടി, നിനക്ക് എന്ത് പറ്റി? നിങ്ങളുടെ പ്രിയ ശിഷ്യൻ നിങ്ങളുടെ ഇംഗിതം എന്നെ അറിയിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ എഞ്ചിനീയർ അദ്ദേഹം നിങ്ങൾ എന്റെ ശരീരത്തിൽ തൊടുന്ന ആ നിമിഷം ഞാൻ ഇവിടെ തലതല്ലി മരിച്ചിരിക്കും. ദാറ്റ് ഈസ് ഗുഡ്. എനിക്ക് നന്നേ പിടിച്ചു. കുട്ടി, ആത്മാവിന്റെ ഒരു ഭാഗമായിരുന്നു എന്റെ ഭാര്യ. അവൾ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു സ്ത്രീയെയും സ്പർശിച്ചിട്ടില്ല. ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനും ഇടയില്ല. ഞാൻ പിന്നെ ആ മനുഷ്യൻ എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, ഗംഗയുടെ പ്രിയപ്പെട്ട പ്രസാദിനാണ്. അയാൾ എവിടെ? എനിക്കറിഞ്ഞൂടാ. വരൂ, പേടിക്കേണ്ട, ധൈര്യമായി വരൂ. ആ പ്രസാദ് ഇത്ര ഒരു മണ്ടൻ കോൺട്രാക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അയാളെ ഒന്ന് അളക്കാൻ വേണ്ടി ഗംഗയെ ഒന്ന് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അയാൾ ധരിച്ചതോ? ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ. തെറ്റിദ്ധാരണയുടെ പേരിൽ അനിയത്തി എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ല, ഗംഗയെ കൂടെ ഞാൻ ഉത്സവത്തിന് ക്ഷണിക്കുന്നു. ഗംഗ എന്ത് പറയുന്നു? സാർ, നല്ല രസമായിരിക്കും. ഈ ഷോക്കിൽ നിന്ന് ഒരു റിലീഫും കിട്ടും. That's right. By the way, what about Mr. Prasad? അയാൾ വല്ല മരുന്ന് താളം ഇലത്താളം കൊമ്പ് കുറുങ്കുഴലൊത്തുചേരും തകിൽ മേളം. താളം തകതാളം ഇലത്താളം കൊമ്പ് കുറുങ്കുഴലൊത്തുചേരും തകിൽ മേളം. താളം തകതാളം ഇലത്താളം. പള്ളിശംഭൂതന താളം ഉള്ളിയുറഞ്ഞാടണ താളം. പള്ളിശംഭൂതന താളം ഉള്ളിയുറഞ്ഞാടണ താളം. ചന്ദ്രക്കല വാരി തൂകും ചിങ്ങക്കുളിരേകും മേളം. ചന്ദ്രക്കല വാരി തൂകും ചിങ്ങക്കുളിരേകും മേളം. താളം തകതാളം ഇലത്താളം കൊമ്പ് കുറുങ്കുഴലൊത്തുചേരും തകിൽ മേളം. താളം തകതാളം ഇലത്താളം. തമ്പ്രാക്കൾ എഴുന്നള്ളുന്നു, താലവനം കുളിരണിയുന്നു. തമ്പ്രാക്കൾ എഴുന്നള്ളുന്നു, താലവനം കുളിരണിയുന്നു. വരവേൽക്കൂ വന്നെതിരേൽക്കൂ, വഴിനീളെ പൂക്കൾ വിരിക്കൂ. വരവേൽക്കൂ വന്നെതിരേൽക്കൂ, വഴിനീളെ പൂക്കൾ വിരിക്കൂ. താളം തകതാളം ഇലത്താളം കൊമ്പ് കുറുങ്കുഴലൊത്തുചേരും തകിൽ മേളം. താളം തകതാളം ഇലത്താളം.
പീലിക്കവടിയാടും ഈ കാടു നീളയാഘോഷ കോലാഹലം താളം തകതാളം നിലതാളം ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എടാ എടാ മരമ്പൂസേ, നീ ഇതുവരെ പോയില്ലടാ? ചോറ് കൊടുക്കാതെ വീട്ടിൽ ചെന്ന അമ്മ വഴക്ക് പറയും. എടാ ലേഖയ്ക്കാണ് ചോറ് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അത് പറ്റൂല, എനിക്ക് നേരിട്ട് കൊടുക്കണം. പിന്നെ ഗംഗയ്ക്ക് കൊണ്ടൊരു സാധനം. ഗംഗയ്ക്ക് കൊണ്ടൊരു സാധനം? അതെന്തോന്നടേ? നല്ല പഴുത്ത പേരിക്ക. പേരയ്ക്കായോ? എനിക്ക് വലിയ ഇഷ്ടമാ. ഓ, നേരം വെളുക്കുമ്പം ഒന്ന് പുഴുക്കും ഒന്ന് പുളിക്കും. നീ ഒരു കാര്യം ചെയ്യും, വല്ല കടവരാന്തേലും പോയി കിടന്നിട്ട് നേരം വെളുക്കുമ്പോ ഇങ്ങ് പോയി. എനിക്ക് ഗംഗ ഇപ്പൊ കാണണം. ആഹാ, നിനക്ക് ഇപ്പൊ തന്നെ കാണണം അവിടെ? ആ, ഞാൻ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പോന്നതാ. എടാ, വെളുപ്പാങ്കാലത്തെ തിരിച്ചിട്ട് രാത്രിയിലാണോ ഇവിടെ വരുന്നത്? ആ, ഞാൻ നടന്നാ വന്നത്. അയ്യോ, അവിടെ എയറോപ്ലെയിൻ കിട്ടിയില്ലയോടാ? അമ്മ ബസ്സിന് വന്ന രൂപയ്ക്ക് ഞാനൊരു കൂട്ടം വാങ്ങിച്ചു. എന്തോന്ന്? ആ, ദേ കാണട്ടെടാ, കാണട്ടെ. നല്ല ശീല കുപ്പിവള. ആ കുപ്പിവളയും കയ്യിലിട്ട് മുണ്ടുരിഞ്ഞ് തലയിടുക മൂടി ആ റോഡിലെങ്ങാനും കിടക്ക് ചെല്ലേ. ആ, വല്ലവനും ചിലപ്പോ നേരം വെളുക്കുമ്പോ പോകാനുള്ള വണ്ടി കൂലിയും തരും. എനിക്ക് ഗംഗ ഇപ്പൊ തന്നെ കാണണം. എന്താ വേണമെന്ന്? കാണണം. ഓരോ അരവലാദികൾ കയറി വരുന്ന വരവ്, ബാക്കിയുള്ളവന് ജോലി ഉണ്ടാക്കി വെക്കാൻ. അയ്യോ, വെള്ളം ഉണ്ടാക്കല്ലേ, അകത്തമ്മല്ലേ. കൂടെ ആരുണ്ട്? അത് പിന്നെ ജോലി അന്വേഷിച്ചു വന്ന ഒരു പെൺകുട്ടിയാ. എഞ്ചിനീയർ അവിടെ രാത്രിയെ പോയല്ലോ. ഇവിടെ വന്നാലോ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരി കണ്ണും കൈയും കാണിക്കുമ്പോ അവന്മാരുടെ പുറകെ അങ്ങ് പോവാ. പിന്നെ എല്ലാം കഴിഞ്ഞ് സൗകര്യമുള്ളപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ. ഞാൻ ഇതെല്ലാം 2 ദശവത്സരക്കാലമായി കണ്ടോണ്ടിരിക്കുന്നതല്ലേ. ആ, നീ പോ. അല്ലേ, പോയാട്ടെ.
ഞാൻ ഈ പഴുത്ത പേരക്കായും കുപ്പിവളെ കൊടുത്തിട്ടേ പോകൂ. നീ അതെല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്കടാ ചുഴലി. എന്നെ ചുഴലിന്ന് വിളിക്കരുത്. വിളിച്ചാലെന്താ? എനിക്കിപ്പോ ചുഴലി ഇല്ലല്ല. പിന്നെ അച്ഛൻ പറഞ്ഞ് എനിക്കിനി ചുഴലി വരില്ലെന്ന്. അല്ല, ഇതാരും നമ്മുടെ അടിപ്പാവാടയോ? എന്താടാ ചുഴലി, നീ ഇവിടം വരെ എത്തിയോ? അമ്മ ലേഖയ്ക്ക് കൊടുക്കാൻ ചില സാധനങ്ങൾ തന്നയച്ചതാ. ഗംഗയ്ക്കൊന്നുമില്ലേ? ഒന്നുണ്ട്. അതെ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അവളിങ്ങ് എത്തില്ലയോടൂ? ഇതുവരെ വന്നില്ല സാറേ. ടിവിയിലെ വാച്ചുവാൻ പറഞ്ഞല്ലോ, അവരങ്ങോട്ട് തന്നെ കൊണ്ടുപോയിരിക്കും. ഇനി വിടാൻ പാടില്ല ആശാനെ. വഴിന്ന് മാറി നിൽക്കണ. എന്റെ ഗംഗ എവിടെ? നിന്റെ ഗംഗ, എന്റെ ഗംഗനെ എവിടെ ഒളിച്ചു വെച്ചേക്കുന്നതാ? നിർത്ത്, അവളതാ പോകുന്നു. ജീപ്പ് തിരികെ, വണ്ടി തിരികെ, വേഗം വിട്. അയ്യോ, ശ്രീധരേട്ടൻ. രംഗൻ, ഒന്ന് വേഗം വിടൂ. ഗംഗ വിഷമിക്കാതിരിക്കൂ. ഗംഗ, ഗംഗൻ, be fast. ഏറിപ്പോ.
എടി ഇനി നിന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. എന്നെ വിടൂ. ഗംഗയുടെ മുറച്ചെറുക്കൻ. ഡോക്ടർ ഒന്ന് നോക്കിക്കൊള്ളണേ. ഓക്കെ ഡോക്ടർ. ഗംഗെ, നമുക്ക് വീട്ടിൽ പോകാം ഗംഗെ, പോകാം. ഗംഗെ, ഹോസ്റ്റലിലേക്ക് പോയിക്കൊള്ളൂ. ക്ലാസ് മുടക്കണ്ട. മിസ് തോമസിന്റെ അടുത്ത് ഞാനുണ്ടാവും. പോകാം സാർ. കുട്ടി വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഹോസ്റ്റലിൽ പോയി വിശ്രമിക്കെങ്കിലും ചെയ്യൂ.
ഗംഗെ, ഞാൻ ഗംഗയെ തിരക്കി ഹോസ്റ്റലിൽ പോയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. നീ വല്ലവർക്കും വേണ്ടി നിന്റെ പഠിത്തം കളയരുത്. മനസ്സിലായില്ല. നിനക്ക് നിന്റെ ജീവിതമാണ് പ്രധാനം. അത്രേ ഉള്ളോ? അപ്പോൾ മറ്റുള്ളതെല്ലാം മറക്കണം. നിങ്ങളെ ഗംഗെ, എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. നിൽക്കൂ ഗംഗെ, എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കേൾക്കാൻ മരണത്തിന്റെ പിടിയിലമർന്ന ഒരു മനുഷ്യൻ കാത്തുകിടപ്പുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലൂ. എനിക്ക് ആ നശിച്ച മനുഷ്യനെ കാണണ്ട. നശിച്ച മനുഷ്യനോ? എന്നു മുതലാണ്? നിന്നെ കാഴ്ച വയ്ക്കാൻ പറഞ്ഞ ദിവസം മുതൽ. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആവശ്യപ്പെട്ടവർക്ക് കാഴ്ചവെച്ചിട്ട് ഓടിപ്പോയ ഭീരുവല്ലേ നിങ്ങൾ? എന്നൊക്കെ വലിയൊരു പിടി കിട്ടിയപ്പോ നീ എന്നെ തഴയുകയല്ലേ ചെയ്തു? നിങ്ങൾ സ്വയം മറന്ന് സംസാരിക്കുന്നു. നിങ്ങളെപ്പോലെ വില കുറഞ്ഞ മൃഗമല്ല അദ്ദേഹം. ഓ, അദ്ദേഹം 2 ദിവസം നീ അയാളുടെ വെപ്പാട്ടിയെ കഴിഞ്ഞില്ലേ? ആ ബഹുമാനാരി അഭിസാരിക. കണ്ണേട്ട, വരൂ വരൂ കണ്ണേട്ട. ഇന്ന് 2 പ്രാവശ്യം ബോധം വീണു. അപ്പോഴൊക്കെ നിങ്ങളുടെ പേരാ പറഞ്ഞത്. എനിക്ക് വരണമെന്ന് തോന്നിയില്ലേ? ഇനി അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന തരക്കാരനല്ല അദ്ദേഹം. ഓ, അത് കാര്യം. എന്താ അത്ര നിസ്സാരമാണോ? മനുഷ്യ, ഗംഗ നിങ്ങളുടെ എല്ലാമാണെന്ന് പറയുന്നു. എന്നിട്ട് മറ്റൊരാളുടെ മുൻപിൽ അവളെ സമർപ്പിക്കാൻ മാത്രം നിങ്ങൾ സ്വാർത്ഥനായി പോയതെന്ത്? ഞാൻ പറയട്ടെ, ഒന്നുകിൽ നിങ്ങൾ ജീവനിലുപരി ഗംഗയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കള്ളമായിരിക്കണം. അല്ലെങ്കിൽ അത് ഞാൻ തന്നെ പറയണോ? അല്ലെങ്കിൽ നിങ്ങൾ പാദസേവ ചെയ്യുന്ന വെറും ഒരു നാറിയായിരിക്കണം. ഇത്രയും കേട്ടിട്ടും താങ്കൾ എന്തേ പൊട്ടിത്തെറിക്കുന്നില്ല? ഇതാ, എനിക്ക് വേണ്ട. ഇതൊന്ന് പിടിക്കണം മിസ്റ്റർ. ഇത് സ്വന്തം കാമുകിയെ ഊട്ടിക്കൊടുത്തുള്ള കൂലിയല്ല. അല്ല, നിങ്ങൾക്ക് പൗരുഷം വരുന്നുണ്ടല്ലോ. എങ്കിൽ കോൺട്രാക്ടർ പ്രസാദ് തന്റെ ഇഷ്ടകാമുകിയെ എഞ്ചിനീയർ തോമസിന് കാഴ്ചവെച്ച കഥയുടെ ബാക്കി ഭാഗം കൂടി ഞാൻ പറയാം. അതുവരെ ഒന്ന് പിടിക്കൂ. മിസ്റ്റർ തോമസ് എന്നോട് കടം വാങ്ങിയ രൂപ നിങ്ങൾക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചു. നോക്കൂ, നിങ്ങൾ ഗംഗയും കൂട്ടി ടി വിയിൽ വരുമ്പോൾ ഞാൻ അടുത്ത മുറിയിലുണ്ടായിരുന്നു. മിസ്റ്റർ തോമസ് പിന്നീടാണ് വന്നത്. സാർ, എനിക്ക് മാപ്പ് തരൂ സാർ, മാപ്പ് തരൂ. ഗംഗ എവിടെ? ഇപ്പോഴെത്തും. ഹോസ്റ്റൽ വരെ പോയി. പ്രസാദ്,
നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങളെ ജീവനുപരി സ്നേഹിച്ച ഗംഗയെപ്പോലും എനിക്ക് തെറ്റുപറ്റിപ്പോയി സർ. മിസ്റ്റർ തോമസ്, ഗംഗ എത്തി. ആ കാലിൽ പിടിച്ച് മാപ്പപേക്ഷിക്കൂ പ്രസാദ്. ആർക്കും അനുഗ്രഹവും മാപ്പും നൽകാൻ അവതാര സ്ത്രീ അല്ല സാർ ഞാൻ. പ്രസാദിന് ഒരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം പറ്റിയത് എനിക്കാണ് സാർ. വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഒരിക്കലുമല്ല. ഗംഗ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെ സാർ. ചെറുപ്പം മുതലേ എന്നെ മാത്രം സ്വപ്നം കണ്ടുവന്ന കണ്ണേട്ടനെ ഞാൻ ദുഃഖിപ്പിച്ചു. അതിന്റെ ഫലം എനിക്ക് കിട്ടി സാർ. ഇനിയും അത് സാധ്യമല്ല. അതെ സാർ, ഞങ്ങളെ അനുഗ്രഹിക്കണം സാർ. God bless you. പ്രസാദ്. Poor boy. തോമസ്